ഹൈ ഗൈസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഓക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂസ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എത്രമാത്രം ഗ്ലോ എൻ്റെ ഫേസിൽ വന്നിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഏറ്റവും ഫസ്റ്റ് ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ആരാണോ എന്താണോ അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വേണം എന്നുള്ളതാണ്. സംഭവം ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, പക്ഷേ എന്നാലും ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഒരുപാട് പേര് ജെനുവിൻ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ 15 ഡേയ്സ്, ചിലർ 15 ഡേയ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലർ 1 മന്ത് യൂസ് ചെയ്യും, ചിലർ 6 മന്ത്സ്, ചിലപ്പോൾ 1 ഇയറോളം യൂസ് ചെയ്തിട്ട്. പലരും പലരുടെ റീലിലും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഇത്ര ബോട്ടിൽസ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഇത്രയും റിസൾട്ട് ഉണ്ട്, അവർ കണ്ടിന്യൂസ്ലി ആ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അവരുടെ പ്രൊമോഷൻ, അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നവരുണ്ട്. പിന്നെ ജെനുവിൻ ആയിട്ട് ഞാനൊരു നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു, എന്നെ ഫോളോ ചെയ്യുന്നവരും ആ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യണം, എൻ്റെ സ്കിന്നിനുള്ള ഗ്ലോ അവർക്കും കിട്ടണം എന്ന് വിചാരിച്ച് പറയുന്നവരും ഉണ്ട്. സംഭവം എന്നെ പേഴ്സണലി എൻ്റെ ഒരു കാര്യം വെച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ സ്കിന്നിന് മുമ്പുള്ളതിനേക്കാൾ മാറ്റം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ജെനുവിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ എൻ്റെ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അതായത് ഞാനിപ്പോൾ ഒരു വെള്ളം കുടിക്കുന്നതിൽ മാറ്റം വരുത്തിയാലോ, എന്തെങ്കിലും എക്സ്ട്രാ ഫുഡ് കഴിക്കുന്നതിൽ മാറ്റം വരുത്തിയാലോ, എന്തെങ്കിലും എൻ്റെ റുട്ടീൻ വിട്ട് ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ അത് നല്ലോണം റിഫ്ലക്ട് ചെയ്യും. ഇത് ഞാൻ തിരിച്ചറിയാൻ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെയാണ് എൻ്റെ സ്കിന്നിന് ഈ പറയുന്ന ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം കൊടുക്കാനും ഞാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ആ പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ എടുക്കുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ എന്തോ, അതായത് എന്ത് സംഭവം നമുക്കിപ്പോൾ ഗൂഗിൾ ചെയ്തൊക്കെ കിട്ടാനായിട്ട് പറ്റും. സോ നിങ്ങൾ ആ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് ഇന്ന് യൂസ് ചെയ്തേക്കുന്ന കണ്ടന്റ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ ആ പ്രൊഡക്റ്റ് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറ്റും. സോ അങ്ങനെ നോക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഈശ്വര, ഈ പ്രൊഡക്റ്റ് ആണോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് എന്ത് പ്രൊഡക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോഴല്ല, ഞാനൊരു 2 ഇയേഴ്സിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ ഓരോരുത്തരുടെ സ്കിന്ന് ഓരോ പോലെയാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു ഫുഡ് ബ്ലോഗറെ നോക്കി, അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന്റെ റിവ്യൂ നോക്കി നമ്മൾ മേടിക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്തോട്ട് പോകുന്ന പോലെ അല്ല ഒരിക്കലും സ്കിൻ. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തരുടെ സ്കിൻ, ഇപ്പം എൻ്റെ സ്കിന്നെ പോലെയല്ല ബാക്കിയുള്ളവരുടെ സ്കിന്നാവാം. അവരുടെ സ്കിന്നിന് വർക്ക് ആയിട്ടുള്ള സാധനം എനിക്കത് ചിലപ്പോൾ 0 ആയിരിക്കും എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ആദ്യം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ കൂടെ നമ്മൾ റെഡി ആവുന്നില്ല. ഇപ്പം ബേസിക്കലി എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. നമ്മൾ ഈ പറയുന്ന പോലെ ഇന്ന് ചെയ്തു നാളേക്ക് റിസൾട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് പോകരുത് സ്കിന്നിന്റെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കിഡ്നി അതനുസരിച്ച് ഇങ്ങനെ അടിച്ച് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ പറയല്ലോ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പെഗ് അടിക്കുമ്പോൾ വോമിറ്റ് ചെയ്യുന്ന ഒരാളാണോ, 2 പെഗ് അടിക്കുമ്പോൾ വോമിറ്റ് ചെയ്യുന്ന ഒരാളാണോ? നിങ്ങളുടെ ലിവർ നല്ലതാ എന്ന് പറയില്ലേ? അതേപോലെ തന്നെയാണ് സ്കിൻ കെയർ പ്രൊഡക്ട്സിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ടൈം എടുത്തിട്ടാണോ റിസൾട്ട് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങളുടെ കിഡ്നിയും നന്നായി തന്നെ ഇരിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഭാവിയിൽ ആവശ്യമുള്ള സംഭവങ്ങളാണല്ലോ, ഇപ്പോഴല്ല എപ്പോഴാണെങ്കിലും ആവശ്യമുള്ള സംഭവങ്ങളാണല്ലോ. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ട് നാളെ എനിക്ക് പ്രശ്നം ഉണ്ടാവുന്നല്ല, നിങ്ങൾക്ക് ഭാവിയിൽ അതിൻ്റെതായ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ നിങ്ങൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്, ചിലപ്പോൾ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കാം, പക്ഷേ എന്നാലും നിങ്ങൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് ആലോചിക്കും. നമ്മളെ പറ്റി ആലോചിക്കുക, നമ്മുടെ സ്കിന്നിനെ പറ്റി ആലോചിക്കുക, നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുക, സോ നമ്മുടെ ബോഡീനെ പറ്റി ആലോചിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. പലരും പല പ്രൊഡക്ട്സും പ്രൊമോട്ട് ചെയ്യും, എന്തോ ആയിക്കോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് വിചാരിച്ച് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എനിവേ, കൂൾ ഗുരു, ശുക്രിയ.